ഇങ്ങനെ മഴക്കാലമായി ഓട്ടമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഓട്ടം വന്നത് നേരെ കട്ടപ്പനയ്ക്കാണ്. അപ്പോൾ കട്ടപ്പന നമ്മുടെ മുണ്ടക്കയം, കുട്ടിക്കാനം, ഏലപ്പാറ എന്നീ മനോഹരമായ പ്രദേശങ്ങളിലൂടെയൊക്കെ താണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വാഹനത്തിൽ നല്ല ലോഡുണ്ട്. അപ്പോൾ നമ്മൾ പാറ ചെത്തി മിനുക്കി മാർബിൾ പോലെയാക്കി അത് നമ്മളെ ഈ മുറ്റത്തൊക്കെ പാകുന്ന പാറകളും കൊണ്ടുള്ള ഓട്ടമാണ്. നമ്മൾ ഈ കല്ലിൻ്റെ ഓട്ടം തന്നെയാണ് കൂടുതലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കട്ടപ്പനയിലേക്ക് വരെ ഇവർക്ക് ഈ ലോഡ് വിടാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം ലാഭകരമായിട്ട് നമുക്കിതിനെ ചെയ്യാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ പറയുന്നത്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അങ്ങിങ്ങാറ്റ് കാണുന്ന വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഇതുപോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഈ പോകുന്ന യാത്രയിൽ മുഴുവനായിട്ട്. കാരണം മഴക്കാലം ആയതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങിങ്ങായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളുള്ളൂ. മഴക്കാലമായി കഴിയുമ്പോൾ കൂടുതലായിട്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ മനോഹരമായിട്ടുള്ള കുന്നിൻ ചെരുവുകളും അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഈ മലകളെല്ലാം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഈ പോകുന്ന വഴി തന്നെ. നമുക്ക് ഇന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടില്ല. കാരണം ഇടുക്കി ജില്ല ഒട്ടാകെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ഈ ഓരോ മലകളെ ചുറ്റിയും ഒന്നിലധികം റോഡുകൾ ഇങ്ങനെ കറങ്ങി കയറി വരികയാണ്. അപ്പം ഓരോ മലകളിൽ നിന്നും ആ മലകളുടെ സൈഡുകളിലെ ആ റോഡിന് പറ്റിയ സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ റോഡാക്കി മാറ്റിക്കൊണ്ട് ആ റോഡിലൂടെയാണ് ഈ വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ വരെ അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന പല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. കാരണം റോഡുകൾ അങ്ങനെയാണ്. റോഡുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേർരേഖയിലുള്ള റോഡുകളാണെങ്കിൽ ഇടുക്കി ജില്ലയിലൂടെ നമുക്കുള്ള യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ കിലോമീറ്റർ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഒരിക്കലും അങ്ങനെ ഒരു റോഡ് ഇവിടെ നിർമ്മിക്കുക സാധ്യമാകത്തില്ല. അത് കാരണമായിട്ട് തന്നെ ഓരോ മലകളും ചുറ്റിക്കറങ്ങിയാണ് ഈ റോഡുകളൊക്കെ വെട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ വെള്ളമെല്ലാം വന്ന് ഇറങ്ങുന്ന റോഡിലോട്ട് തന്നെയാണ്. ഈ റോഡിൻ്റെ അടിയിൽ കൂടെ തന്നെ ആ വെള്ളത്തെ വീണ്ടും തുടർന്ന് താഴോട്ട് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആ താഴ്ന്നേ കണ്ട ആ കാറാണ് ഇപ്പം നമ്മളെ ഈ ഒരു വാഹനം കിടക്കുന്നിടത്ത് എത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള മലഞ്ചെരുവുകളിൽ നിന്നൊക്കെയാണ് ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഉത്ഭവിക്കുന്നത്. ഈ ഉത്ഭവിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ ധാരാളം നദികൾക്ക് രൂപം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നും കൂടെ നമ്മൾ ഈ ഒരു യാത്രയിൽ പഠിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കാം, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം, എന്തുകൊണ്ടായിരിക്കാം ഇടുക്കി ജില്ലയിലെ റോഡുകളൊക്കെ തകരുന്നത്, എന്തൊക്കെ കാരണങ്ങളാണ് ഈ യാത്രയിലൊക്കെ നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികളാണ് നമുക്ക് മുമ്പിൽ വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണെങ്കിൽ പോലും ഈ കാഴ്ചകൾക്കപ്പുറം വളരെ അപകടങ്ങൾ പതിയിരിക്കുന്ന റോഡുകളാണ് ഈ ഇടുക്കി ജില്ലയിലുള്ള റോഡുകൾ ഒട്ടുമുക്കാലും. കാരണം എന്തൊക്കെ തരത്തിലുള്ള അപകടങ്ങളാണ്. ഒരു സൈഡ് മൊത്തം വലിയ കുന്നിൻ ചെരുവുകളാണ്. ഏത് സമയത്തും അവിടെ നിന്ന് ദുർബലമായിട്ടുള്ള പാറകൾ വെള്ളത്തോടൊപ്പം ഉരുൾപൊട്ടൽ പോലെ റോഡിലേക്ക് പതിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഹൈ റേഞ്ച് യാത്രയിൽ ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വാഹനം തീർച്ചയായിട്ടും പതിക്കാൻ പോകുന്ന വലിയ കൊക്കകളിലേക്കായിരിക്കും. അതുപോലെ തന്നെ ഉരുൾപൊട്ടലിലൊക്കെ പെടാനുള്ള സാധ്യതകൾ, അതുപോലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. എപ്പോഴാണ് എന്താണ് നമുക്ക് ഈ യാത്രയിൽ സംഭവിക്കാൻ പോകണമെന്നൊന്നും. കാരണം ഹൈ റേഞ്ച് യാത്രയൊക്കെ പോകുമ്പോൾ പരമാവധി നമ്മുടെ വണ്ടി അത്രത്തോളം കണ്ടീഷൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. കാരണം ഈ ഹൈ റേഞ്ച് ഓടിച്ച് പോകുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടല്ല, വളരെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല വളവുകളിലും വാഹനങ്ങളൊക്കെ റൈറ്റ് സൈഡ് പിടിച്ചൊക്കെ വരുന്ന കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വാഹനങ്ങളൊക്കെ പൂർണ്ണമായും റൈറ്റ് സൈഡ് പിടിച്ച് തന്നെ വളഞ്ഞു വരുന്ന വളവുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ വാഹനങ്ങൾ ഈ വളവുകളിലൊക്കെ തിരിയണമെങ്കിൽ റൈറ്റ് സൈഡിലൂടെ തന്നെ അവർക്ക് തിരിച്ച് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് KSRTC ബസ്സുകളൊക്കെയാണ് ഇതിലെ കൂടെയൊക്കെ സർവീസ് നടത്തുന്നത്. ഇതെല്ലാം റൈറ്റ് സൈഡിലാണ്. പരമാവധി എല്ലാ വളവുകളിലും റൈറ്റ് സൈഡിൽ കയറി മാത്രമേ വളയാൻ സാധിക്കുകയുള്ളൂ. അതൊക്കെ കാരണമായിട്ട് ഇതിനൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തെ സൈഡ് ഒതുക്കി മാറ്റി നിർത്തിയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു അറിവ് വേണം. റോഡിൻ്റെ ചരിവനുസരിച്ച് ലോഡ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ ചരിവും കൂടെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിലെ കൂടെ വണ്ടി ഓടിക്കാനൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ വളരെ എന്താ പറയുക, വലിയ കുന്നും ചെരുവുകളൊക്കെ കയറി പോകുമ്പോഴും പലപ്പോഴും നമുക്ക് റോഡ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. റോഡ് കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള മഞ്ഞായിരിക്കും പലപ്പോഴും. രാത്രി യാത്രകളൊക്കെ പരമാവധിയൊക്കെ ഇതിലൂടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് തന്നെ റോഡ് കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ വണ്ടി ഓടിക്കേണ്ടതായിട്ടൊക്കെ വരും. പ്രധാനമായിട്ടും മഞ്ഞ നിറമുള്ള ലൈറ്റുകളൊക്കെ കത്തിച്ചുകൊണ്ടാണ് ഹൈ റേഞ്ച് ഓടുന്ന വണ്ടികളൊക്കെ ഓടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞിനെ കീറി മുറിച്ച് യാത്ര ചെയ്യാനുള്ള കഴിവ് മഞ്ഞ ലൈറ്റുകൾക്ക് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം നമ്മൾ ഒരു സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ മഴവെള്ളങ്ങളൊക്കെ ഇങ്ങനെ വന്ന്
വീണുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഈ പാറകൾക്കിടയിലൂടെയൊക്കെ മഴവെള്ളങ്ങളൊക്കെ വരുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. കണ്ടില്ലേ, ഈ വണ്ടി നിർത്തിയിരിക്കുന്നതിൻ്റെ മുകളിലോട്ട് വലിയ കുന്നും പ്രദേശമാണ്. അവിടെ ഈ മരങ്ങളും ചെടികളും ഒക്കെ നിൽപ്പുണ്ട്, മണ്ണുകളും ഉണ്ട്. അപ്പോൾ ഈ മണ്ണെല്ലാം കൂടെ ഈ വെള്ളത്തിൻ്റെ അളവ് അവിടെ കൂടുകയാണെങ്കിൽ, ആ ഒരു പ്രദേശത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം അവിടെ കുത്തി ഒലിച്ച് ഒരു ഉരുൾപൊട്ടൽ പോലെ റോഡിലേക്ക് വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഉത്ഭവിക്കുന്ന ചെറിയ ചെറിയ ഈ വെള്ളച്ചാട്ടങ്ങൾ പോലെ ചെറിയ ചെറിയ അരുവികൾ പോലെയൊക്കെ രൂപപ്പെടുന്നതൊക്കെ കാരണമാകുന്നത് ഈ ചെറിയ ചെറിയ വെള്ളങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇറ്റിറ്റ് വീഴുന്ന വെള്ളങ്ങളല്ല പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഈ വെള്ളങ്ങളെല്ലാം ഒരുമിച്ച് കൂടി വലിയൊരു വെള്ളച്ചാട്ടമായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ യാത്രയിൽ ഈ പല ഭാഗങ്ങളിൽ ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ മുകളിൽ നിന്ന് ഉരുൾപൊട്ടി വീണിട്ടുള്ള പാറകഷ്ണങ്ങളുടെ ശകലങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പിന്നെയും അവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതെല്ലാം പറക്കി മാറ്റുകയും ഒതുക്കിയൊക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ ബാക്കിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇതുപോലെ കുന്ന് കണക്കായിട്ട് നിൽക്കുന്ന മലകളിൽ നിന്നെല്ലാം ധാരാളം വെള്ളച്ചാട്ടങ്ങൾ അങ്ങിങ്ങായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ അങ്ങ് ദൂരെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെയൊക്കെ വെള്ളച്ചാട്ടങ്ങളാക്കി മാറ്റുന്ന ചെറിയ ചെറിയ നീരുറവകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇതേപോലെ ഒരു മഴ കാലമൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടുക്കി ജില്ലയിലേക്കാണ്. കാരണം എന്താണ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങോട്ടുള്ള യാത്രകളൊക്കെ പരമാവധി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ കുറവുള്ള ഡ്രൈവർമാരൊക്കെ വരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി യാത്ര പരമാവധി ഒഴിവാക്കണം. പകൽ നമുക്ക് പോകാൻ സാധിക്കുമെങ്കിൽ പകൽ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരെ റോഡ് കാണത്തില്ല. കാരണം നമ്മൾ നമ്മൾ ഈ കട്ടപ്പന യാത്ര പോകുന്നത് മൊത്തമായിട്ടുള്ള നൈറ്റാണ് നമ്മൾ ഓടിയിട്ടുള്ളത്. ആ നൈറ്റ് ഓടിയ വീഡിയോ മൊത്തം നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ യാത്ര ലൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. പറയുകയാണെങ്കിൽ ഏകദേശം 6000-നും മുകളിൽ ആളുകൾ ഈ ലൈവ് നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു ലൈവ് വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്രത്തോളം നമുക്ക് തീരെ റോഡ് കാണാൻ പറ്റാത്ത ആ ഒരു രീതിയിലുള്ള വളരെ അപകടകരമായ രീതിയിലും നമ്മൾ മുന്നോട്ട് പോകുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലൈവ് കാണാൻ സാധിക്കുന്നതാണ്.